ഇന്ന് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു വെണ്ടക്ക കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, രണ്ടായി ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 10-12 വെണ്ടയ്ക്ക, ഒരു വലിയ തക്കാളി, 4 പച്ചമുളക് ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താണ്, കുറച്ച് കറിവേപ്പില. ആദ്യം നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നാടൻ കറിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ടേസ്റ്റ്. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ പൊട്ടിക്കില്ല, അതുപോലെ അതിലേക്ക് 2 ഉണക്കമുളകൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിടുക. കുറച്ച് വേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വഴറ്റുമ്പോൾ, അപ്പോഴത് വഴറ്റാൻ നല്ല ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെണ്ടയ്ക്കൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഇത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വഴന്നതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി ഞാൻ 1.25 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമൽ എരിവുള്ളൊക്കെ മുളകാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണും ഒക്കെ ചേർത്താൽ മതിയല്ലേ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റാൻ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. ഇത് 2 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് നമുക്ക് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ ചേർത്തിട്ടും നമുക്കിത് ഉണ്ടാക്കാം. മീൻകറി മാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനൊക്കെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. തീരെ തരിയില്ലാണ്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ തിക്നെസ്സൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ വെള്ളം. ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. കുറച്ചെന്താ വെച്ചാൽ ഇത് ഇരിക്കുന്തോറും കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ചേർത്താൽ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് അപ്പോൾ പിടിച്ചോളും. പിന്നെ നമ്മളിതിട്ട് തിളപ്പിക്കുമ്പോൾ പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കറി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ പുളിക്ക് പകരം കുടംപുളിക്ക് പകരം മാങ്ങ ഇട്ട് ഉണ്ടാക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ ചേർത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്ഷണലാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ആണെങ്കിൽ നെയ്യ് തെളിഞ്ഞ് വരുമല്ലോ കറിയുടെ മുകളിലായിട്ട്. ഇതിപ്പോൾ അങ്ങനെ വെജിറ്റബിൾ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്കിതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ആദ്യം ആ കടുക് പൊട്ടിക്കുന്നത് അവസാനം നമുക്ക് പൊട്ടിച്ചതിനെ മീതെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഭംഗിയിൽ നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.